സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഗുരുപാദുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേഹം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. വിഭാമി നിത്യം ഗുരുചരണതീർത്ഥം. நமசிவாய வாழ்க, நாதன் தாழ் வாழ்க. இமை பொழுதும் என் நெஞ்சில் நீங்காதான் தாழ் வாழ்க. கோகழியாண்ட குருமனிதன் தாழ் வாழ்க. ஆகமம் ஆகி நின்ற அன்னிப்பான் தாழ் வாழ்க. ஏகன் அநேகன் இறைவனடி வாழ்க. வேகம் கெடுத்து ஆண்ட வேந்தன் அடிவெல்க. பிறப்பருக்கும் பிஞ்சகந்தன் பேய்கழல்கள் வெல்க. புறத்தார்க்கு செய்யோன் தன் பூங்கழல்கள் வெல்க. கரம் கூவிவார் உள்மிகழும் கோன்கழல்கள் வெல்க. சிரம் கூவிவார் ஓங்குவிக்கும் ஷீரோன் கழல் வெல்க. അധ്യാത്മത്തിലെ പ്രധാനമായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഗുരു. ആ ഗുരുവിന് ദേശികൻ എന്ന നാമം. ദേശികൻ എന്ന് വെച്ചാൽ വഴികാട്ടി എന്നർത്ഥം. അധ്യാത്മ വിഷയത്തിൽ മാത്രം ഗുരുവിനല്ലാതെ മറ്റാർക്കും വഴികാട്ടാൻ സാധ്യമേ അല്ല. സദ്ഗുരുവിന് മാത്രം വഴികാട്ടാൻ ഉള്ള അധികാരം ഉള്ളൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈശ്വരപ്രാപ്തിക്ക്, ലക്ഷ്യപ്രാപ്തിക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇവിടെ കോകഴി ആണ്ട് കുറുമനിതൻ താഴ്വാഴ്ക. എവിടെ വച്ചാണോ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ ബാഹ്യ ജീവിതം എവിടെ വെച്ച് ഇല്ലാതായോ ആ ഇല്ലാതാവണ സന്ദർഭം ഗുരുവിന്റെ സമ്പർക്കത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരയ്ക്കും സത്യം എന്ന് വിചാരിച്ചിരുന്ന വ്യാവകാരിക തലം സദ്ഗുരുവിന്റെ സമ്പർക്കത്തില് അതെല്ലാം അസത്യമായി മാറി. ഒരു സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നിന്നും ഉണരണത് പോലെ ഒരു ഭക്തി ചെയ്ത് തുടങ്ങുമ്പോഴും കാമ്യഭക്തിയിൽ എല്ലാവരും ആദ്യം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഈശ്വരന്റെ കയ്യിലിരിക്കണ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ധനം കയ്യിലിരിക്കണോ, ജഗച്ഛമേ ധനം ചമേ, ധനം ചോദിക്കണോ, അല്പ സുഖം ചോദിക്കണോ. എപ്പോ ഒരു ഭക്തൻ വാസ്തവത്തില് വേറെ ഒന്നും എനിക്ക് ആവശ്യമല്ല, എനിക്ക് ഈശ്വരനെയാണ് വേണ്ടത് എന്ന് വാസ്തവത്തിൽ ചോദിക്കണോ, അപ്പോ ഈശ്വരൻ വിൽ മാനിഫെസ്റ്റ്.
അനാത്മാക്കളെ എല്ലാം മാറ്റി ശുദ്ധ ചൈതന്യത്തിന്റെ അനുഭൂതിയെ തരണു ഈശ്വരൻ. തിരുവണ്ണാമലയിൽ രമണ മഹർഷി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭക്തൻ വന്ന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്തു. ആ വാക്കിംഗ് സ്റ്റിക്ക് ചന്ദനം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ആ ചന്ദനം കൊണ്ടുണ്ടാക്കിയ വാക്കിംഗ് സ്റ്റിക്ക് ഭഗവാൻ രമണ മഹർഷിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ മഹർഷി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മണത്ത് നോക്കി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ரொம்ப நல்லா இருக்கு പോയി, നന്നായിട്ടുണ്ട്, നല്ല മണമുണ്ട്, നീയേ വെച്ചോ എന്ന് പറഞ്ഞു. നീയേ വെച്ചോ. അല്ല ഭഗവാനെ, ഞാൻ ഭഗവാന് സമർപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ വെളിയില് ആൾക്കാര് കണ്ട് ഭ്രമിച്ചു പോണ ഒരു വസ്തുവും എൻ്റെ അടുത്ത് ഞാൻ വച്ചിരിക്കുകയില്ല. അല്ലേ? വെളിയിലൊരു വസ്തു മിന്നാമിനുങ്ങ പോലെ ഇരുന്നാൽ നമ്മൾ അതിന് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഈ ആഗ്രഹത്തെയാണ് ഗുരു ഇല്ലാതാക്കുന്നത്. ശാന്തിയുടെ അനുഭൂതിയെ തന്നു. വാസ്തവത്തിൽ നമ്മൾ തേടണ സുഖത്തിനെ തന്ന് സദ്ഗുരു ഈ വ്യാവഹാരിക തലത്തിൽ നിന്ന് നമ്മൾ ഉയർത്തണം. അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്? അമൃതത്വമുണ്ട്. പ്രേത്യ അസ്മാൻ ലോക അമൃതാ ഭവന്തി. ഉള്ളതിനെയൊക്കെ നമ്മൾ അഭിമാനത്തിന് മുഴുവൻ പതുക്കെ പതുക്കെ വിട്ട് 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 വന്നാ പിന്നെ എന്തുണ്ട്? അമൃതത്വമുണ്ട്. അഭിമാനം എവിടെയൊക്കെ ഇരിക്കണോ? ഏതൊക്കെയോ കർമ്മത്തിലിരിക്കണോ അഭിമാനം. ഏതോ കർമ്മം ചെയ്ത് ഞാൻ നേടിയതാണെന്നൊരു അഭിമാനം. അതിലൂടെ എന്തോ ഒരു ഫലം അനുഭവിച്ചപ്പോൾ ഞാൻ നേടി അനുഭവിച്ച ഫലമാണെന്നൊരു അഭിമാനം. ആ ഫലം തൊട്ട് ശാശ്വതമായിട്ട് നിൽക്കുമോ? അത് ശാശ്വതമായിട്ട് നിൽക്കുകയില്ല. തൃപ്തി ഉണ്ടോ ചോദിച്ചാൽ തൃപ്തിയേ ഇല്ല. ധാരാളം ധനം സമ്പാദിച്ചു വച്ചാൽ ഒരഭിമാനം, ഞാൻ വലിയൊരു ധനികനാണെന്നൊരു അഭിമാനം. എന്നാൽ ഈ ധനം കൊണ്ട് തന്നെ തൃപ്തിയാണോ എന്ന് ചോദിച്ചാൽ തൃപ്തിയൊന്നും വന്നിട്ടില്ല. ഞാൻ വലിയ കുടുംബസ്ഥനാണ്, നല്ല ഐക്യത്തോടുകൂടി കുടുംബത്തിൽ ജീവിക്കണു, എല്ലാം ചേട്ടൻ അനുജൻ എല്ലാവരും ഉണ്ട്, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കണു, തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ വേദം പറയണു, ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു. ഈ അഭിമാനത്തിനെ പതുക്കെ 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 വിട്ടാൽ പതുക്കെ 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 നമ്മൾ പ്രത്യാസ്മാൻ ലോക അമൃതാ ഭവന്തി. ഈ വ്യാവഹാരിക തലത്തിൽ നിന്ന് നമ്മൾ ഒരു പടി മേലേക്ക് ഉയരും. ആ ഒരു പടി മേലേക്ക് ഉയർന്നിരിക്കുന്നതിനെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ആത്മാവിലേക്ക് അടുത്തിരിക്കുന്നു. ആ അമൃതത്വത്തിനെ എങ്ങനെ പറയും? വ്യാവഹാരിക തലത്തിൽ നിൽക്കുന്നവരടുത്ത് എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും എന്ന് വെച്ചാ, നവിദ്മോ ന വിജാനീമോ ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനോ ന വിദ്മോ ന വിജാനീമോ. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് അറിയില്ല. അതെന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് അനുഭവത്തിന്റെ തലമാണ്, അത് അനുഭവിക്കേണ്ടതാണ്. അധ്യാത്മം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പറഞ്ഞു കൊടുക്കുമ്പം ഒരു ശാന്തി ലഭിക്കുന്നുണ്ട്. ആ ശാന്തി പറഞ്ഞ് തീരപ്പം പോകും. സത്സംഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ശാന്തി ഉണ്ടാവും. സത്സംഗത്തിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ അശാന്തി എല്ലാം നമ്മളെ പിടികൂടും. കുറച്ചു നേരത്തേക്ക് ആ സ്റ്റേറ്റില് ഞാൻ അമൃതമാണെന്ന് കേട്ടപ്പോൾ ഞാൻ പൂർണ്ണമായിരുന്നു. വെളിയിൽ ഇറങ്ങുമ്പോൾ അപൂർണതകൾ കൊണ്ട് നമ്മളെ മൂടപ്പെടും, നമ്മളെ മുഴുവൻ മൂടി വയ്ക്കും.
പക്ഷെ ആ സ്റ്റേറ്റിലേക്ക് പൊങ്ങിയ ആൾ എന്ത് പറയണു? ആഗമം ആകി നിன்ற അണ്ണിപ്പാൻ താഴ്വാഴ്ക. മുന്നേ ഉള്ള പൊരുൾ, തേടിക്കൊണ്ടിരുന്ന പൊരുൾ ഞാൻ തന്നെയാണ്. അത് തന്നെയാണല്ലോ മുമ്പ് ഉണ്ടായിരുന്നത്, ഇന്നലെ ഉണ്ടായിരുന്നത്, 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്നത്, ജനിച്ച തൊട്ടുണ്ടായിരുന്നത്, ജനിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നത് അത് തന്നെ. ആ പൊരുൾ എന്താ? ആഗമം ആയി നിன்ற അണ്ണിപ്പാൻ താഴ്വാഴ്ക. ഈ ശരീരത്തിന് മുമ്പേ ഉണ്ടത്, പുരാതനം. ആ പുരാതനമായിട്ടുള്ള അതെങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ മധുര അനുഭവമാണത്, മാധുര്യമാണത്. പക്ഷെ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറയാനേ വയ്യ. തേനായി തിത്തിക്കും അമുതമായി ശിവപെരുമാൻ താനേ വന്ന് എൻ ഉള്ളം പുകഴ്ന്ന് അടിയേർക്ക് അരുൾ ചെയ്തായി. തേന് പോലെ, തേനെടുത്ത് കുടിച്ച് മധുരിക്കണത് പോലെ എന്നൊരു അനുഭവം പറയണു. പക്ഷെ തേന് കുടിച്ചാൽ തൃപ്തിയാവോ? ഇല്ല. ആ അനുഭവത്തിലെത്തിയ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ ലോകത്ത് ഉള്ളത് എന്തിനെങ്കിലും വച്ചിട്ടായിരിക്കും നമുക്ക് ഉപമിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്, അത് അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധനൊക്കെ ഈ അനുഭൂതിയിൽ ഇരുന്നിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാനിരുന്നില്ല. ആ അനുഭൂതിയിൽ നിന്നും മാറിയതേയില്ല. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതുമില്ല, ആരും ഇത് കേൾക്കാനും തയ്യാറല്ല. ഞാൻ ആ അനുഭൂതിയിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ബുദ്ധനൊക്കെ ഇരുന്നു. ആഗമം ആയി നിன்ற അണ്ണിപ്പാൻ താഴ്വാഴ്ക ഏകൻ അനേകൻ ഇറൈവൻ അടിവാഴ്ക. ഏകൻ അനേകൻ, എല്ലാവരിലും ഇരിക്കുന്നത്, ഏകനായിരിക്കുന്നതും അത് തന്നെയാണ്, അനേകനായിട്ടിരിക്കുന്നതും അത് തന്നെയാണ്. യദൂർണനാഭിഹി സൃജതേ ഗൃഹ്ണതേ ച യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സദഃ പുരുഷാത് കേശലോമാനി തദാക്ഷരം സംഭവതേഹ വിശ്വം. ഉപനിഷത്തിൽ, മുണ്ടകോപനിഷത്തിൽ പറയണു, ഒരു ചെലന്തി തൻ്റെ അടുത്തുനിന്ന് വലയ വിടുന്നത് പോലെ ഈ അക്ഷരപുരുഷൻ, ഈ പരബ്രഹ്മ വസ്തു, ഈ സത്വസ്തു, അതിൽ നിന്നും സർവ്വതും ഉണ്ടായിരിക്കണം. ഓഷധി, വനസ്പതികളെല്ലാം ഉണ്ടായിരിക്കണം. പൃഥിവ്യാം ഓഷധയഃ സംഭവതി ഏതസ്മാദാകാശ സംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നിരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാം ഓഷധയഃ ഓഷധേഭ്യോ അന്നം. എല്ലാം ഒരേ ഒരു ആകാശത്തിൽ ഇരിക്കണു. എന്നിട്ട് ആകാശം എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു? പരമേ വ്യോമൻ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. അത് ഹൃദയ ഗുഹയിലിരിക്കണം. ഹൃദയ ഗുഹയിലിരിക്കുന്ന വസ്തു തന്നെയാണ് സർവമായിട്ട് കാണുന്നത്. സർവമായിട്ട് കാണുന്ന വസ്തു തന്നെയാണ് ഹൃദയ ഗുഹയിലും ഇരിക്കുന്നത്. ഏകൻ അനേകൻ ഇറൈവൻ, ഈശ്വരനായിട്ട് നമ്മൾ കാണുന്നത് പോലും തന്റെ തന്നെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിന് ഒരു നമസ്കാരം എന്ന് വെച്ചാൽ ആ സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഭക്തി എന്ന് പറയുന്നത് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ്. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യ വിധീയത്തെ. ശങ്കരാചാര്യരുടെ ഭക്തിക്കുള്ള ഡെഫിനിഷൻ ഇതാണ്. സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിലാവും എന്നിലിരിക്കുന്നതും എല്ലാവരിലും ഇരിക്കുന്നതും ഈ പൊരുൾ തന്നെയാണ്. എന്ന് വെച്ചാ എല്ലാവർക്കും വെവ്വേറെ എന്തൊക്കെ ഉണ്ടല്ലോ അതിനെ കാണാതിരിക്കുക, പൊരുളിനെ മാത്രം കാണുക.
അങ്ങനെയുള്ള പൊരുളിന് ഒരു നമസ്കാരം, വാഴുക എന്ന് പറഞ്ഞ ഒരു നമസ്കാരം. ഏതൊരു സ്തുതി തുടങ്ങുമ്പോഴും നമസ്കാരത്തോടു കൂടി തുടങ്ങും. നമഃശിവായ, ശിവന് നമസ്കാരം എന്ന് വെച്ചാൽ ശിവമാര ആത്മായ നമഃ. ശിവം ആത്മാവാണ്. ശിവനൊരു നാമം ആത്മാവാണ്. ആ പരമേശ്വരനിലേക്കുള്ള നമസ്കാരം എന്ന് പറഞ്ഞ മനസ്സിനെ ആ പരമേശ്വരനിലേക്ക് തിരിക്കുക. ഇത് തന്നെ നമസ്കാരം. മനസ്സ് എന്തൊക്കെ വെളിയിൽ തേടിക്കൊണ്ടിരിക്കണു, എന്തൊക്കെയോ സങ്കല്പം ചെയ്യണു, അതിന്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സ് ഏതൊക്കെ ലോകം സൃഷ്ടിക്കണു, ആ ലോകമൊക്കെ നേടണമെന്ന് വിചാരിച്ച് നമ്മൾ പോകണം. ആ ലോകം മുഴുവൻ ബുദ്ധിയിൽ തെളിഞ്ഞ് ആ ലോകത്തിലെ ലക്ഷ്യം വെച്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനോട് പറഞ്ഞു, വേഗം കെടുത്താണ്ട വേന്തനടിവെൽക. മനസ്സ് അത്യന്ത ചപലമാണത്രേ. മനസ്സെന്ന് പറഞ്ഞ പൊരുളിനെ നമുക്ക് എല്ലായിടത്തും കാണാം. അതും സർവവ്യാപിയാണ്. എന്ന് വെച്ചാ ഇപ്പൊ നമ്മൾ പോയി ഈ കുപ്പിന്ന് കാണണമെങ്കിൽ കുപ്പിന്ന് ചിന്തിക്കാൻ ഒരു മനസ്സ് വേണം. ആ തോട്ടാണ് കുപ്പിന്നൊരു തോട്ട്. ആ തോട്ട് എന്താവുന്നു? കുപ്പി മനസ്സായി മാറുന്നു. ആ കുപ്പിയിൽ പോയി നമുക്ക് മനസ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, അല്ലേ? കുപ്പി മനസ്സായിട്ട് തന്നെ മാറി. ഇതേ മനസ്സ് എന്റെ കുട്ടിയിൽ പോയി നിൽക്കണു, എന്റെ അച്ഛനിൽ പോയി നിൽക്കണു. എന്തായി? എന്റെ അച്ഛൻ മനസ്സായി മാറി, മനസ്സ് എന്റെ അച്ഛനായി മാറി. ഇതേ ഒരു ഭക്തിയുടെ തലത്തിലെടുത്താൽ സത്വസ്തുവായിട്ടുള്ള ഈശ്വരനിലേക്ക് മനസ്സ് പൂർണ്ണമായിട്ട് കൊടുത്ത, കോൺസെൻട്രേറ്റ് ആയിട്ട് കൊടുത്ത, ശ്രദ്ധാപൂർവം ആ ഈശ്വരനിലേക്ക് മനസ്സിനെ പതിപ്പിച്ചാൽ മനസ്സ് ഈശ്വരനായിട്ട് മാറും. പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു മനസ്സില്ല അവിടെ, അല്ലേ? ഇല്ലെങ്കിൽ മനസ്സ് അത്യന്ത ചപലമാണ്. അവിടെ പോയി നിൽക്കും, ഇവിടെ പോയി നിൽക്കും, കാണുന്നിടത്തെല്ലാം പോയി നിൽക്കണു. എപ്പൊ ഞാൻ ശരീരം എന്നൊരു തോട്ടാണ്. ഉണാറുടല്ലിതുവേ നാനാം എനും നിனைவே നാനാ നിனைவுകൾ ഷേരോർ നാരനും മദനാൽ. രമണ മഹർഷിയുടെ ആത്മവിദ്യാ കീർത്തനം എന്ന കീർത്തനം വളരെ അത്ഭുതമായ കീർത്തനം. ആ കീർത്തനത്തിൽ പറഞ്ഞു, ഊനാർ ഉടൽ ഇതുവേ, ഈ മാംസമയമായ ശരീരം ഞാൻ കരുതി, നാനാമെനും നിனைவே, അതിനെ ഞാനാണെന്ന് കരുതുന്ന ഒരു തോട്ട്, അല്ലെ? ശരീരത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ ശരീരമായി മാറി, മനസ്സ് ശരീരമായി മാറി. മനസ്സ് എന്ന് പറയുന്നത് ജീവനാണ്. ഇനിയൊരു ജന്മം എടുക്കാൻ പോകുന്നത് മനസ്സാണ്. വാസനാ പടലങ്ങളാണ് മനസ്സിലുള്ളത്. ഈ മനസ്സ് ശരീരമായിട്ട് നിൽക്കും. ശരീരത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ ശരീരമാവും. എന്ത് രൂപം വേണോ മനസ്സിന് സങ്കല്പിച്ചെടുക്കാം. ഏത് രൂപം വേണമെങ്കിലും മനസ്സാവും. മനസ്സിന് ആ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ആത്മാവിലേക്ക്, സ്വസ്വരൂപ അനുസന്ധാനം, സ്വരൂപത്തിലേക്ക് മനസ്സിനെ തിരിച്ചു വിട്ടു നോക്കൂ. മനസ്സ് ആത്മാവായിട്ട് തന്നെ നിൽക്കും. തമൈവൈകം ജാനത ആത്മാനം. മനസ്സിനെ സത്വസ്തു. അതുകൊണ്ടാണ് രമണ മഹർഷി എപ്പോഴും ഹുവാമൈ എന്ന പുസ്തകം എടുത്തു നോക്കൂ, ആത്മവിചാരം ചെയ്യൂ. എന്ത് കാര്യം വന്നാലും ആത്മവിചാരം ചെയ്യൂ, ആത്മവിചാരം ചെയ്യൂ. വിചാരം ചെയ്യണമെങ്കിൽ മനസ്സ് വേണം, അല്ലെ? മനനം ചെയ്യണമെങ്കിൽ മനസ്സ് വേണം. മനനം ചെയ്ത് അതിന്റെ ഫലമായിട്ടുള്ള നിധിധ്യാസനത്തിൽ മനസ്സിനെ കാണാൻ പറ്റില്ല. കാരണം മനസ്സ് എന്തിനെ തേടിക്കൊണ്ടിരുന്നോ അതായി മാറി. മനസ്സ് ഏതൊരു സത്വസ്തുവിനെയാണോ തേടിക്കൊണ്ടിരുന്നത് അതായി മനസ്സ് മാറി. അത് ശാശ്വതമായ വസ്തു ആയതുകൊണ്ട് ഒരു ചാഞ്ചാട്ടവും വന്നില്ല.
അപ്പൊ വേഗം കെടുത്ത ആണ്ട വേന്തൻ അടിവെൽക. എന്റെ മനസ്സിന്റെ ഈ ചാഞ്ചല്യം മാറ്റാൻ വെളിയിലൊരു രൂപമായിട്ട് ഭഗവാൻ വന്നല്ലോ. ആ ഭഗവാന്റെ തൃപാദത്തിന് ഒരു നമസ്കാരം. നമുക്ക് ഭഗവാന്റെ പാദം വാഴട്ടെ, പാദം വാഴട്ടെ, പാദം വാഴട്ടെ. നാദൻ താഴ്വാഴ്ക, ഗുരുമനിതൻ താഴ്വാഴ്ക, അനേകൻ ഇറൈവൻ അടിവാഴ്ക, വേഗം കെടുത്താണ്ട വേന്തൻ അടിവെൽക. വേന്തൻ എന്ന് പറഞ്ഞ രാജാവെന്നർത്ഥം, ഈശ്വരൻ തന്നെ അല്ലേ. സഭാപതി, സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാ. സഭാപതി, ചിത് സവേശൻ, ഏറ്റവും വലിയ സഭയ്ക്ക് അധിപനാണ് ഭഗവാൻ. ചിത്താകുന്ന സഭ, പ്യുവർ കോൺഷ്യസ്നെസ് ആകുന്ന സഭ, ബോധസ്വരൂപമായിട്ടുള്ള സഭയുടെ അധിപനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ചിത്സവേശൻ. ആ ഭഗവാന് പാദത്തിന് ഒരു നമസ്കാരം. പാദത്തിന് വലിയ പ്രധാനമുണ്ട്. ഭഗവാന്റെ പാദം കുഞ്ചിത പാദം. ഭഗവാന്റെ മറ്റു പാദം പോലും ഭൂമിയിൽ ടച്ചേ അല്ല. ഭൂമിയിൽ ടച്ച് ചെയ്തിരിക്കുന്നവരെ ചവിട്ടിയിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ അപസ്മാരം. ഒരു കാല് ഉയർത്തി വെച്ചിരിക്കണു അമൃതത്വത്തിലേക്ക്, ഒരു കാല് ഭൂമിയിൽ പതിച്ചിരിക്കണവരുടെ തലയിൽ കാല് വെച്ചിരിക്കണു. എന്താന്ന് വെച്ചാൽ അപസ്മാരത്തിനെ ചവിട്ടി വെച്ചിരിക്കണു. അപസ്മാരം എന്ന് പറഞ്ഞാൽ, സ്മാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൃതി. എന്തിനാണോ ഈ ശരീരം എടുത്ത് നമ്മൾ വന്നിരിക്കുന്നത്, എന്തിനെ തേടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്തിനെ അറിയാനാണോ വന്നിരിക്കുന്നത്, അത് ഒഴിച്ച് ബാക്കിയെല്ലാം അറിയണം. ഇതിനെയാണ് അപസ്മാരം എന്ന് പറയുന്നത്. എപ്പോ നമ്മുടെ ലക്ഷ്യത്തിനെ നോക്കി നമ്മൾ തിരിയണോ, അപ്പൊ സ്മാരം വരണോ, അപ്പോ ഉയർന്ന ഭഗവാന്റെ പാദത്തെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അല്പ അല്പ സുഖം കിട്ടണമില്ല. ഭഗവാന്റെ പാദം ടച്ചായിരിക്കണോണ്ട്, ഭഗവാന്റെ പാദം ടച്ചായിരിക്കും. പൃഥിവ്യായ നമഃ. പൃഥിവിയും ഭഗവാൻ തന്നെയാണ്. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരീക്ഷേ. പൃഥിവിയും ഭഗവാനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അല്പ 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 ആനന്ദം കിട്ടുന്നുണ്ട്. ആ ആനന്ദത്തിന് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടണില്ല, കണ്ടിന്യൂവേഷൻ കിട്ടണില്ല, അല്ലേ, ഒരു പൂർണ്ണത കിട്ടണില്ല. കാരണം എന്താ? തത്കാലത്തേക്ക് ഏതോ ഒരു ചൈതന്യം അതിൽ പോയി ടച്ച് ചെയ്തതുകൊണ്ട് ഒരു പൂർണ്ണത അനുഭവിച്ചുവെങ്കിലും അത് പൂർണ്ണമേ അല്ല. ലിമിറ്റഡ് ആയിട്ടുള്ള പൊരുളിൽ പോയി നമ്മൾ നിൽക്കുന്നതോടെ അത് പൂർണ്ണമേ അല്ലാതായി. ഇപ്പൊ മനസ്സ് ചഞ്ചലമാണ്. ആ ചഞ്ചലമായ മനസ്സിനെ വേഗം കെടുത്ത്, മനസ്സ് അത്യന്ത ചപലമാണ്. ഒരു വായു വന്ന് മേഘം കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നത് പോലെയാണ് മനസ്സ് ഈ ബന്ധമാകുന്നത് കൊണ്ട് മുക്തിയെ മറയ്ക്കുന്നത്. വായുന ആനീയതേ മേഘഃ പുനസ്തേനൈവ കൽപ്പിതഃ. മനസാ കൽപ്പിതോ ബന്ധഃ മുക്തതേനൈവ കൽപ്പിതഃ. ഒരു വായു മേഘത്തെ കൊണ്ട് സൂര്യനെ മറച്ചു. കുറച്ചു നേരത്തേക്ക് നമ്മള് സൂര്യൻ ഇല്ല എന്ന് പറയുന്നു, അല്ലേ. ആ മറച്ചിരിക്കുന്നത് കാണുന്നത് കൂടെ ആരുള്ളതാ? സൂര്യനുള്ളതാണ്. പക്ഷെ നമ്മൾ സൂര്യനില്ല എന്ന് വിധി എഴുതണോ? ഇതേ വായു എന്ത് ചെയ്യണു? ആ മേഘത്തെ മാറ്റി സൂര്യന്റെ പ്രകാശം എടുപ്പിക്കും, അല്ലേ. അപ്പം വേഗം കെടുത്ത ആണ്ട വേന്തനടി വെൽക എന്ന് വെച്ചാൽ ഈ വേഗം കാറ്റിനേക്കാളും സഞ്ചരിക്കണത് എന്താന്ന് വെച്ചാൽ മനസ്സ്. ഈ മനസ്സിനെ ഒരു സ്ഥലത്ത് കൊണ്ട് കോൺസെൻട്രേറ്റഡ് ആക്കണമെങ്കിൽ ആര് വരണം? ഈശ്വരൻ വരണം. ഈശ്വരനെ ഒരു ആലംബമുള്ളൂ.
ഈശ്വരനെ ആ ശാശ്വതമായിട്ടുള്ള പൊരുള്, ആ ശാശ്വതമായ പൊരുളിലേക്ക് നമ്മൾ മനസ്സിനെ അർപ്പിക്കുമ്പോൾ ബാക്കിയെല്ലാം അപ്രത്യക്ഷമാവും അല്ലെ. ഇരുട്ടുണ്ട്, ഇവിടെ കാണുന്നത് മുഴുവൻ ഇരുട്ട്, ഒന്നുമേ കാണാൻ വയ്യ. അവിദ്യായാം അന്തരേ വർത്തമാന സ്വയം ധീരാഹ പണ്ഡിതം മന്യമാന ജംഘന്യമാന പര്യന്തി മൂഢാഹ അന്തേനൈവ നീയമാന യഥാ അന്താഹ. ഉപനിഷത്ത് പറഞ്ഞു, അവിദ്യയുടെ അന്ധകാരത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ സ്വയം ധീരനാണെന്ന് വിചാരിച്ചിരിക്കണു ആൾക്കാർ മുഴുവൻ. പക്ഷേ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ധന്മാര് കൂട്ടിക്കൊണ്ടുപോയി അന്തേനൈവ നീയമാന, അന്ധന്മാര് വഴികാട്ടുന്നത് പോലെ ഇരിക്കുന്നു. അവരെ പിന്നാലെ പോയാ, അവര് പോണ വഴിയിലൂടെ പോയാ അന്ധന്മാര് വഴികാട്ടുന്ന പോലെയാണ്. കുഴിയിൽ പോയി വീഴാന്നല്ലാതെ വേറെ വഴിയേ ഇല്ല. നല്ല സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വരണ വഴിയിൽ ക്രോസ് ചെയ്ത് വിട്ട അത്രയും നല്ലത്, പെട്ടെന്ന് മുക്തി അല്ലേ. ആ ജന്മത്തിൽ നിന്നൊരു മുക്തി. ഇപ്പൊ ശാശ്വതമായ ഒരു പരിഹാരം വന്നാലേ, ശാശ്വതമായ ഇരുട്ടിന് പരിഹാരം എന്താ? വെളിച്ചം. പാർത്ത ഇടമെല്ലാം പരവെളിയായി തോன்ற ഓർ വാർത്തൈ சொல்ல വந்த മനുവേ പരാപരമേ. എല്ലായിടത്തും ഒരേ വെളിച്ചം, വേറൊന്നും കാണാനില്ലേ, വെളിച്ചം മാത്രമേ കാണാവൂ. ശൂതു ചെയ്തെന്നെ ശോധിയാതിനിയും ജ്യോതി ഉരുക്കാട്ട് അരുണാചല. അക്ഷരമണമാല എന്ന ഗ്രന്ഥത്തില് അരുണാചലേശ്വരന്റെ അടുത്ത് പ്രാർത്ഥനാ രൂപത്തിൽ ഭഗവാൻ പറയാണ്, ശൂതു ചെയ്തെന്നെ, ഈ മായ കാട്ടാതെ, ഈ കാണുന്ന വസ്തുക്കളിലേക്ക് പോയി ഞാൻ ഭ്രമിച്ചു പോണ രീതിക്കുള്ള മായ കാണിക്കാതെ, എന്നെ പരീക്ഷിക്കാതെ, ശോധിയാതിനെയും ചുമ്മാ എന്നെ പരീക്ഷിക്കാതെ, ജ്യോതി ഉരുക്കാട്ട് അരുണാചല, ജ്യോതിസ്വരൂപമായ അരുണാചല, നിന്റെ ജ്യോതിസ്വരൂപമായ രൂപത്തെ കാണിച്ചു തരുന്നു. ആ രൂപം വന്ന സർവ അവിദ്യയ്ക്കും അന്ധകാരത്തിനും ഒക്കെ ഒരു വിടുതല ഉണ്ടാവും. അതിനെയാണ് വേഗം കെടുത്ത് ആണ്ട് വേന്തൻ അടിവെൽക. തുടർന്ന് നമുക്ക് നടക്കാം.